എവിക്ഷൻ വരെയാണ്. 5 വയൽക്കാടും നെവിനും വെച്ച് ബാക്കി എല്ലാവരും മുൾമുനയിലാണ്. ഒനിയലിന് ഭയങ്കര വോട്ട് കുറവാണ്. ശൈത്യയുടെ അവസ്ഥ ഏകദേശം തീരുമാനമാണ്. രേണുസുതി ഇപ്പൊ പോണം എന്നുള്ളൊരു അവസ്ഥയിലാണ്. ആര്യൻ അപ്പാനി ഒക്കെ ഓൾമോസ്റ്റ് സേഫ് ആണ്. പിന്നീട് കാര്യം ഏകദേശം കയ്യാലപ്പുറത്തെ തേങ്ങ തന്നെയാണ്. സോഷ്യൽ മീഡിയ വൈസുള്ള വോട്ടാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇപ്പൊ പ്രേക്ഷകരുടെ വോട്ടാണ് അന്തിമ തീരുമാനം. അതായത് ക്രിയേറ്റേഴ്സിനോ ബിഗ് ബോസ് ടീംസിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രേക്ഷകർ ഈ വോട്ട് ഒന്നും മറയ്ക്കാനും തിരിക്കാനും ഒന്നും പറ്റത്തില്ല. അതായത് ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പ്രേക്ഷകരുടെ തീരുമാനമാണ് വോട്ട് വൈസിലെ തീരുമാനം. അതായത് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെയാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ഔട്ടാക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസും ആ ഒരു അന്തിമ തീരുമാനം തന്നെ എടുക്കും. ദേ കാൺ ഡു എനിത്തിങ് ബിക്കോസ് അതാണ് ജനവിധിയാണ് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിന് വിധി. ഗെയിമും ടാസ്കും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. പക്ഷെ ആരവിടെ നിൽക്കണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരുടെ വിധിയാണ് അന്തിമ വിധി. സോ വോട്ട് ചെയ്യുന്ന വയസ്സായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഈ ആഴ്ച ഇനി നിൽക്കണ്ട, ഇനി ഗെയിം കളിക്കണ്ട, റിങ്കോ എന്നുള്ളൊരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജെനുവിൻലി നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് നിങ്ങളത് ആളുടെ പേര് ഇതാക്കുക. ആസ് ഓഫ് നൗ വോട്ട് സോഷ്യൽ മീഡിയ വൈസ്, സോഷ്യൽ മീഡിയ പോൾ വെച്ച് നോക്കുമ്പോൾ ശൈത്യ, ഒനീല്, പിന്നെ ആരാ, രേണുസുതിക്ക് പിന്നെയും കുറച്ച് ഫാമിലി സപ്പോർട്ട് ഉണ്ട്. രേണുവിന്റെ അവസ്ഥ മനസ്സിലാക്കി ഗെയിം കളിച്ചില്ലെങ്കിലും അവിടെ ഇത്ര ദിവസം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വോട്ട് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഒനീലിന്റെയും ശൈത്യയുടെയും കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ബിനിയും ഏകദേശം ക്ലിഞ്ഞോ അവസ്ഥയാണ്. അപ്പോ ശൈത്യ പോവോ? അത് ഒനീല് പോവോ? ആരാ?